നമുക്ക് ബ്രസ്റ്റ് ക്യാൻസർ അതിൻ്റെ ഏറ്റവും നേരത്തെയുള്ള ഘട്ടത്തിൽ എങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും? അഥവാ ഇതിൻ്റെ സ്ക്രീനിങ് ടെസ്റ്റുകൾ എന്തൊക്കെയാണ്? എല്ലാ സ്ത്രീകളും മാസത്തിൽ ഒരു തവണ അവരുടെ ബ്രസ്റ്റ് അഥവാ മാറിടം പരിശോധിക്കേണ്ടതാണ്. അപ്പോൾ സാധാരണഗതിയിൽ ആർത്തവത്തിന് ശേഷം വരുന്ന ഒരാഴ്ചയിലാണ് നമ്മൾ നോക്കേണ്ടത്. കാരണം ആർത്തവത്തോടനുബന്ധിച്ച് സാധാരണയായിട്ടുണ്ടാകുന്ന ഹോർമോൺ വ്യതിയാനങ്ങൾ മൂലം ഈ ബ്രസ്റ്റിൽ ചില വേദനകളും അതുപോലെ കുറച്ചൊരു വെയിറ്റ് ഒക്കെ നമുക്ക് ഫീൽ ചെയ്യാവുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് ആർത്തവം നിന്നതിന് ശേഷം ഒരാഴ്ച കഴിയുമ്പോഴാണ് ഐഡിയൽ ആയിട്ടുള്ള സമയം. അപ്പോൾ രണ്ട് രീതിയിൽ നമുക്ക് നോക്കാം. ഒന്നുകിൽ നിന്നിട്ടോ അല്ലെങ്കിൽ കിടന്നിട്ടോ നമ്മുടെ ബ്രസ്റ്റ് എക്സാമിൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ ആദ്യം ഒന്ന് നമ്മൾ വിഷ്വലൈസേഷൻ നോക്കി കാണുക. രണ്ടാമത് നമ്മൾ പാൽപേഷൻ അല്ലെങ്കിൽ നമ്മൾ കൈകൊണ്ട് വെച്ച് പരിശോധിക്കുക. ഈ രണ്ട് രീതികൾ വേണം നമ്മൾ ചെയ്യാനായിട്ട്. അപ്പോൾ നിന്ന് നോക്കുമ്പോഴത്തേനും നമ്മളൊരു കണ്ണാടിയിൽ നിന്ന് നോക്കുകയാണെങ്കിൽ നമ്മുടെ രണ്ട് ബ്രസ്റ്റിന് തമ്മിൽ എന്തെങ്കിലും താരതമ്യമായിട്ടുള്ള സൈസിൽ എന്തെങ്കിലും വലിയ വ്യത്യാസമുണ്ടോ, കാണാവുന്ന തരത്തിലുള്ള മുഴകളുണ്ടോ, അല്ലെങ്കിൽ നിപ്പിൾ അകത്തോട്ട് വലിഞ്ഞാണോ ഇരിക്കുന്നത്, തൊലിപ്പുറത്ത് എന്തെങ്കിലും തടിപ്പുകളുണ്ടോ, പാടുകളുണ്ടോ തുടങ്ങിയ കാര്യങ്ങൾ നമുക്ക് ഇൻസ്പെക്ഷനിലൂടെ മനസ്സിലാക്കാവുന്നതാണ്. പിന്നീട് പാൽപേഷൻ ആകുമ്പോഴത്തേനും നമ്മൾ ഈ 4 വിരലിൻ്റെ ഉൾഭാഗം വെച്ചിട്ട് നമ്മുടെ ബ്രസ്റ്റിൻ്റെ 4 ഭാഗത്തും നമ്മൾ എക്സാമിൻ ചെയ്ത് അവിടെ എന്തെങ്കിലും തടിപ്പുകളോ മുഴകളോ ഉണ്ടോ എന്നുള്ളത് നമ്മൾ നോക്കേണ്ടതാണ്. ഇത് പരിശോധിക്കുന്ന കൂടെ തന്നെ കക്ഷ ഭാഗം അല്ലെങ്കിൽ ആംപിറ്റിൻ്റെ അവിടെയും തോളലിൻ്റെ മുകളിലും താഴെയുള്ള ഭാഗത്തും കൂടെ നമ്മൾ പരിശോധിച്ച് അവിടെ എന്തെങ്കിലും കഴലുകൾ ഉണ്ടോ എന്നുള്ളതും കൂടെ നമ്മൾ നോക്കേണ്ടതാണ്. അപ്പോൾ ഇങ്ങനെ എന്തെങ്കിലും നമ്മൾ സംശയങ്ങളുണ്ടെങ്കിലും വിദഗ്ധ ഡോക്ടറെ സമീപിച്ച് കൂടുതൽ പരിശോധനകൾ ചെയ്യേണ്ടതാണ്. അപ്പോൾ അവിടെ പോകുമ്പോഴത്തേനും സ്കാനിങ്, മാമോഗ്രാം, അതേപോലെ തന്നെ ഇപ്പോൾ നൂതനമായിട്ട് MRI സ്കാനിങ് തുടങ്ങിയ ഇതിലൂടെ നമുക്ക് ബ്രസ്റ്റ് ക്യാൻസർ ഉണ്ടോ ഇല്ലെന്നുള്ളത് നമുക്ക് അറിയാനായിട്ട് സാധിക്കും. ഇതുകൂടാതെ തന്നെ 40 വയസ്സിന് മുകളിലുള്ള സ്ത്രീകൾ എല്ലാ 2 കൊല്ലം കൂടുമ്പോഴും മാമോഗ്രാം എന്നുള്ള ടെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് വളരെ നേരത്തെ തന്നെ ഈ ബ്രസ്റ്റ് ക്യാൻസർ ഉണ്ടോ എന്നുള്ളത് നമുക്ക് അറിയാനായിട്ട് സാധിക്കും. അതുപോലെ നേരത്തെ പറഞ്ഞ ഹൈ റിസ്ക് ഫാക്ടേഴ്സ് അല്ലെങ്കിൽ ബ്രസ്റ്റ് ക്യാൻസർ ഉണ്ടാവാൻ സാധ്യത കൂടുതലുള്ള ഒരു വ്യക്തിയാണെങ്കിൽ 2 കൊല്ലത്തിന് പകരം എല്ലാ വർഷവും മാമോഗ്രാം ചെയ്യുകയാണെങ്കിൽ നമുക്ക് ബ്രസ്റ്റ് ക്യാൻസറിൻ്റെ നേരത്തെ തന്നെയുള്ള സ്റ്റേജിൽ നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും.